തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരം എന്ന പതിവ് കാഴ്ചയെ ഒഴിവാക്കി കൊട്ടാരത്തിന് സമീപമുള്ള തിരക്കില്ലാത്ത ചിലയിടങ്ങളിൽ കുറച്ചു സമയം ചിലവഴിക്കണം എന്ന് കരുതിയായിരുന്നു ഇവിടേക്ക് വന്നത്. കൊട്ടാരത്തിൻ്റെ പിന്നിലെ തിരക്കൊഴിഞ്ഞ റോഡിലൂടെ നടന്ന് തേവാരക്കെട്ട് സരസ്വതിയുടെ തിരുനടയിലെത്തി. അക്ഷമാലയും പുസ്തകവും വീണ വായിക്കുന്ന രൂപവുമാണ് സാധാരണയായി സരസ്വതി വിഗ്രഹങ്ങൾക്കെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തേവാരക്കെട്ട് സരസ്വതിയിൽ വീണാവാദ്യം കാണാൻ കഴിയുകയില്ല. പകരം അക്ഷമാലയും ജ്ഞാനമുദ്രയും അമൃത കുംഭവും പുസ്തകവുമാണ് ദേവിയുടെ കയ്യിലുള്ളത്. ലിപി സരസ്വതി എന്നാണ് ഈ വിഗ്രഹം അറിയപ്പെടുന്നത്. തമിഴ് കവിയായ കമ്പർ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് തേവാരക്കെട്ടിലെ ലിപി സരസ്വതി വിഗ്രഹം എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എല്ലാ വർഷവും നവരാത്രി ഉത്സവത്തിനായി കുണ്ടണിമങ്കയും കുമാരസ്വാമിയും പത്മനാഭപുരത്തു നിന്നും അനന്തപുരിയിലേക്ക് എഴുന്നള്ളുമ്പോൾ തേവാരക്കെട്ട് സരസ്വതി ദേവിയും അവരോടൊപ്പം ഉണ്ടാകും. മതിലിനപ്പുറം പത്മനാഭപുരം കൊട്ടാരം തല ഉയർത്തി നിൽക്കുന്നു. തേവാരക്കെട്ട് നിന്നും ഇറങ്ങി നേരെ കൽക്കുളത്തെ നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ തഞ്ചാവൂർ ശില്പകലയുടെ ചാരുത നിറഞ്ഞു നിൽക്കുന്നു. നീലകണ്ഠേശ്വരനായ മഹാദേവനും ദേവി ആനന്ദവല്ലിയുമാണ് ഇവിടെ പ്രതിഷ്ഠ. തിരുമല നായ്ക്കരുടെ അധീനതയിലായിരുന്ന കാലത്താണ് മധുര മീനാക്ഷിയെ ആനന്ദവല്ലിയായി ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഭാര്യാസമേതനായ മഹാദേവൻ ഇവിടെ ശാന്ത സ്വരൂപനാണ്. വിസ്തൃതമായ ക്ഷേത്രക്കുളവും നടുവിലെ ഒറ്റക്കൽ മണ്ഡപവും 7 നിലകളുള്ള ക്ഷേത്രവും അനുസ്മരിപ്പിക്കുന്നത് മധുരയിലെ മീനാക്ഷി ദേവി ക്ഷേത്രത്തെയാണ്. ഉത്സവകാലത്ത് തേരോട്ടം നടക്കുന്ന ചുരുക്കം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ശിവാലയ ഓട്ടവുമായി ബന്ധപ്പെട്ട 12 ശിവക്ഷേത്രങ്ങളിൽ 7ാമത്തേത് കൂടിയാണ് കൽക്കുളത്തെ ഈ മഹാക്ഷേത്രം. ഇവിടെ നിന്നും കുറച്ച് മാറിയാണ് പെരുമാൾ കുളം. മണിച്ചിത്രത്താഴ് എന്ന മലയാള സിനിമയിലെ ചില രംഗങ്ങൾ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സിനിമയിലെ രംഗങ്ങളിൽ കാണുന്ന ആൽമരവും ആൽത്തറയും കുളിക്കടവും പടികളും എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വേണാട് രാജാവായിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാൾ AD 1601 പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപവും അതിനെ ചുറ്റി കോട്ടയും നിർമ്മിച്ചപ്പോൾ കോട്ട ഉൾപ്പെടുന്ന ആ നിർമ്മിതിക്കുള്ള ജലസേചന ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ് പെരുമാൾ കുളം. പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കടവിൻ്റെ എതിർവശത്തായുള്ള കൽമണ്ഡപത്തിലും അവിടെ നിന്നും കുറച്ചു മാറിയുള്ള ഒരു പാറയുടെ മുകളിലും അതുപോലെ ഇവിടുത്തെ കോട്ടമതിലിന് സമീപത്തും വെച്ചായിരുന്നു. പാറ മുകളിലേക്ക് കയറി വരുന്നത് എളുപ്പമാക്കാൻ ഇപ്പോൾ ഒരു റെയിലിംഗ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്നതൊഴികെ ആ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെയുണ്ട്. പത്മനാഭപുരം കൊട്ടാരം സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായും ഈ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനിയും 2 സ്ഥലങ്ങൾ കൂടി ആ ദിവസം ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട 2 കോട്ടകളാണ് അവ. ആ സ്ഥലങ്ങൾ അടുത്ത വീഡിയോയിൽ.